ലാൽ സലാം. ലാലേട്ടനും മെഗാസ്റ്റാർ ചിരഞ്ജീവിയും ഒരുമിക്കുന്നു. അതെ, മെഗാസ്റ്റാർ 158 എന്നുള്ള ആ ഒരു ചിത്രത്തിൽ ഇതാ അവർ ഒരുമിക്കുകയാണ്. മോനെ, ഒരു കാര്യം പറയാം, 1000 കോടി സിമ്പിൾ എന്ന് തന്നെ പറയാം. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ചിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ബേസ്ഡ് ആക്ഷൻ ഡ്രാമ ലോട്ട് ഓഫ് ഇമോഷൻസ് വെച്ചിട്ട് ഈ രണ്ട് താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രമായി വരാൻ പോകുന്നു. അതെ, മോഹൻലാൽ എന്ന നടൻ്റെ പ്രത്യേകത, ഇന്ത്യക്കകത്തുള്ള ഏറ്റവും വലിയ നടനായി മാറുന്നു മോഹൻലാൽ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സമീപകാലരായുള്ള നടന്മാരെ വെച്ച് നോക്കുമ്പോൾ അത്ര ഗംഭീരമാണ്. ഇപ്പോൾ തമിഴിലെടുത്താലും തെലുങ്കിലെടുത്താലും ഹിന്ദിയിലെടുത്താലും അവിടത്തേക്ക് വമ്പൻ താരങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ മോഹൻലാലിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദിയിൽ അമിതാഭ് ബച്ചനൊപ്പവും ഇപ്പോൾ മെഗാസ്റ്റാറിനൊപ്പവും അതിനു മുമ്പ് രജനീകാന്തിനും ഒപ്പവും ഒക്കെ അഴിഞ്ഞാടിയ ലാലേട്ടനെ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഇവിടെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ ഈയൊരു സിനിമ 158ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ബോബി കോഹ്ലിയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നുള്ളത്. എന്താണെങ്കിലും ഒരു ഗംഭീര സിനിമയായിട്ട് തന്നെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ എമ്പുരാൻ പോലെയുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന ലൂസിഫർ പോലെയുള്ള ചിത്രങ്ങളെല്ലാം അവിടെ പോയി ഡബ്ഡ് വെർഷനിൽ ചെയ്തിരിക്കുന്നത് ചിരഞ്ജീവിയാണ്. ഇതുകൂടാതെ ദൃശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അജയ് ദേവ്ഗൻ മോഹൻലാലിൻ്റെ പാത പിന്തുടർന്നു പോകുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകളെ കോപ്പി ചെയ്ത് അതിനതിലെ നായകനായി മാറുന്നു. ഇത് തന്നെ നമ്മൾ ഏറെ കാലങ്ങളായി കാണുന്നതാണ്. മോഹൻലാൽ ചിത്രങ്ങൾ ഇന്ത്യക്കകത്ത് അത്രത്തോളം ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചിത്രമാണെന്നുള്ളതിനിപ്പോൾ സംശയങ്ങളില്ല. വീണ്ടും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് തെലുങ്ക് മീഡിയയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ വരുമ്പോൾ സംക്രാന്തി റിലീസായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് നേരത്തെ കിട്ടിയ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും അടിച്ചു തൂക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വീണ്ടും മോഹൻലാൽ കളം നിറഞ്ഞാടുമ്പോൾ 2027 സംക്രാന്തി റിലീസ് തീ പാറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ കാത്തിരിക്കാം. ദ ഫിലിം ഓഫ് എ ഗ്യാങ്സ്റ്റർ സാഗ സെറ്റ്സ് എഗെയിൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് കൊൽക്കത്ത എന്നുള്ള പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. അങ്ങനെ ഒരു ഗംഭീര സിനിമ. നമുക്കറിയാം ഇവിടെ ഗ്യാങ്സ്റ്ററായി ലാലേട്ടൻ അഴിഞ്ഞാടുമ്പോൾ തീ പാറുമെന്നുള്ളത്. ലാൽ സലാം.